സെറ്റ്സ് എന്ന അധ്യായത്തിലെ അവസാന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്പർ ഓഫ് എലമെന്റ്സിന് ഒരു ഫോർമുല ആയിരുന്നു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഒരു വെൻ ഡയഗ്രം ഒക്കെ വരച്ചു. യു, എ, ബി, ഈ ഭാഗം എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഈ ഭാഗം എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അപ്പൊ ഈ ഒരു വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ 3 സെറ്റ്സ് കൺസിഡർ ചെയ്താൽ, എയും ബിയും സിയും കൺസിഡർ ചെയ്താൽ അതിലും നമ്മുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി യൂണിയൻ സി is equal to number of elements in A plus, number of elements in B plus, number of elements in C minus, number of elements in A intersection B minus, number of elements in A intersection C minus, number of elements in B intersection C plus, number of elements in A intersection B intersection C. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. കുറച്ച് പ്രോബ്ലംസും കണ്ടു. ഇന്ന് അതിനകത്തെ കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും കൂടെ കാണാനുള്ളൂ. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പരിഗണിക്കുന്നത്. There are 200 individuals with a skin disorder. 120 has been exposed to chemical C1, 50 to chemical C2, and 30 to both C1 and C2. Find the number of individuals exposed to A, C1 but not C2, B, C2 but not C1, C, C1 or C2. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അവിടെ 200 ഇൻഡിവിജ്വൽസ് വിത്ത് സ്കിൻ ഡിസോർഡർ ആണുള്ളത്. അതിൻ്റെ അകത്ത് ആ 200 എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് 200? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യു ആണ് 200. Then 120 has been exposed to chemical C1 and 50 to chemical C2 and 30 to both C1 and C2. നമുക്ക് രണ്ട് സെറ്റുകൾ പറയണം. Let C1 and C2 denote the set of individuals exposed to chemical C1 and chemical C2 respectively. അപ്പൊ നമ്മുടെ സെറ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകൾ C1ഉം C2ഉം തന്നെ എടുക്കാം. അപ്പൊ ആ യു കൊണ്ട് നമുക്ക് ഈ C1ഉം C2ഉം വെച്ചിട്ട് നമ്മൾ തന്നിട്ടുള്ള വിവരങ്ങളൊന്നും എഴുതുകയാണ്. So, number of elements in C1, that is number of individuals exposed to chemical C1. That is that 120. Then 50 to chemical C2. So, number of elements in C2, that is equal to 50. And 30 to both C1 and C2. So, number of elements in C1 and C2. C1 and C2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം that is intersection. So 30 to both C1 and C2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വിവരം. നമുക്ക് 3 ചോദ്യങ്ങളുണ്ട്. Find the number of individuals exposed to C1 but not C2, C2 but not C1 and C1 or C2. അപ്പൊ ഇത് നമുക്ക് ഫോർമുല വെച്ചിട്ടും ചെയ്യാം, വെൻ ഡയഗ്രാം വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് ആദ്യം പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് യു ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യു എന്ന് പറയുന്നത് നമുക്കറിയാം 200 ആണ്. അതില് C1, this one is C1, ഇത് C2. ഇത്രയും കാര്യങ്ങൾ അറിയാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ C1 but not C2. A part. Number of individuals exposed to C1 but not C2. C1 but not C2. C1 ഇലുള്ളതും C2 ഇല്ലാത്തതും. What is that? Number of elements in C1 minus C2.
മനസ്സിലായല്ലോ? C1 but not C2. That is number of elements in C1 minus C2. And what is number of elements in C1 minus C2? Venn diagram വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ ഒന്ന് നമ്മൾ നോക്കുകയാണ്. C1 120 ഇൻഡിവിജ്വൽസ്, C2 50 ആണ് നമ്പർ ഓഫ് എലിമെന്റ്സ്, C1 ഇന്റർസെക്ഷൻ C2 30. അപ്പൊ C1 ഇന്റർസെക്ഷൻ C2 എന്ന് പറയുന്നത് ഇതാണ്. C1 ഇന്റർസെക്ഷൻ C2 ഇതെന്ന് പറയുന്നത് എന്താണ്? C1 മൈനസ് C2. What do you mean by that? C1 മൈനസ് C2. C1 but not C2. ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? C2 but not C1. That can be written as C2 minus C1. അപ്പൊ C1 ഇന്റർസെക്ഷൻ C2 എത്രയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. How many elements are there? There are 30 elements. 30 elements ആണുള്ളത്. C1 മൈനസ് C2 നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ നമ്മളോട് C1 നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 പറഞ്ഞിട്ടുണ്ട് 120. C1 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. വാട്ട് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1? അല്ലെ C1 നോക്കാം. C1 എന്ന് പറഞ്ഞാല് ഈ C1 മൈനസ് C2ഉം ഇനി ഏതും കൂടെയാ? C1 ഇന്റർസെക്ഷൻ C2ഉം കൂടെ കൂടുന്നതാണ് C1. C1 എന്ന് പറഞ്ഞാൽ C1 മൈനസ് C2ഉം C1 ഇന്റർസെക്ഷൻ C2ഉം കൂടെ കൂടുന്നതാണ്. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 എന്ന് പറഞ്ഞാൽ that is equal to number of elements in C1 minus C2 plus number of elements in C1 intersection C2. എന്തുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണ്. ഓക്കെ. Therefore, what is number of elements in C1 minus C2? Number of elements in C1 minus C2 is number of elements in C1 minus number of elements in C1 intersection C2. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 മൈനസ് C2 എന്ന് പറഞ്ഞാൽ C1ലുള്ള ആകെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്നും C1 ഇന്റർസെക്ഷൻ C2 കുറച്ചാൽ മതിയാവും. ഓക്കെ. അപ്പൊ ഈ ഭാഗം ഞാനങ്ങ് വായിക്കുകയാണ്. ഇത് ആവശ്യമുള്ളൊരു നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണം. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 മൈനസ് C2? നമുക്ക് ഈ ഫിഗറിൽ പെട്ടെന്ന് എഴുതി അത് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 ഈസ് 120. അതിൽ 30 ഇതിൽ പോയിട്ട് ബാക്കി എത്രയാണുള്ളത്? 120 മൈനസ് 30. 120 മൈനസ് 30. 120 മൈനസ് 30 മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പൊ ഇവിടെ എത്രയാണുള്ളത്? 90. നോക്കിക്കേ, 90 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഓക്കെ. സിമിലർലി വാട്ട് ഈസ് C2 മൈനസ് C1? അപ്പൊ C2 മൈനസ് C1 നേരത്തെ പറഞ്ഞതുപോലെ C1 ഇന്റർസെക്ഷൻ C2ഉം യൂണിയൻ C2 മൈനസ് C1 എന്ന് പറയുന്നതാണ് C2. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C2 മൈനസ് C1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C2 മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 ഇന്റർസെക്ഷൻ C2. C1 ഇന്റർസെക്ഷൻ C2 30 ആണ്, C2 50 ആണ്. അപ്പൊ 50 മൈനസ് 30 ആകെ എത്ര എലമെന്റ്സ് ആ ഉള്ളത്? 20 എലമെന്റ്സ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞു ആൻസർ. അപ്പൊ ഇതിന്റെ പിന്നിൽ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. Therefore, what is number of elements in C1 minus C2? From the Venn diagram we can write that is equal to, അപ്പൊ A പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. That is equal to 90. And what about the number of elements in C2 minus C1? അതും നമുക്ക് ഡയഗ്രാം നോക്കി കിട്ടിക്കഴിഞ്ഞു. ഫ്രം ദ വെൻ ഡയഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പൊ അതിന്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. C1 മൈനസ് C2 യൂണിയൻ C1 ഇന്റർസെക്ഷൻ C2 എന്ന് പറയുന്നതാണ് C1. അതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 മൈനസ് C2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 ഇന്റർസെക്ഷൻ C2. അതുപോലെ തന്നെ ഈ കാര്യം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ അല്ലെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് exposed to C1 or C2. Number of elements in, that is C part എന്ന് പറയുന്നത് എന്താ? Number of elements in C1 or C2. ഞാനത് പഠിപ്പിച്ചപ്പോൾ യൂണിയൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. C1 or എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് യൂണിയൻ ആണ്. സോ C1 യൂണിയൻ C2. അത് നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് എളുപ്പത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ.
C1 യൂണിയൻ C2 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലും ഇതിനകത്തും മൂന്നിനകത്തും ഈ മൂന്ന് സെറ്റുകളില്ല. ദാറ്റ് മീൻസ് C1 മൈനസ് C2, C1 ഇന്റർസെക്ഷൻ C2, C2 മൈനസ് C1 മൂന്നിലും കൂടെ ഉള്ള എലമെന്റ്സ് കൂട്ടി എഴുതിയാൽ മതി. സോ ഇതിനകത്ത് 90 ഉണ്ട്, ഇതിൽ 30 ഉണ്ട്, ആൻഡ് ഇതിൽ 20 ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു 140. 140. Therefore, we can say that there are 90% exposed to C1 but not C2, 20 exposed to C2 but not C1, and 140 exposed to C1 or C2. വെൻ ഡയഗ്രാം ഉപയോഗിക്കാതെ നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ C1 but not C2. C1 but not C2. What do you mean by C1 but not C2? That means number of elements in C1 minus C2. Number of elements in C1 minus C2. Number of elements in C1 minus C2 എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കണ്ടേ ഉള്ളൂ. That is C1 number of elements in C1 minus number of elements in C1 intersection C2 ആണ്. That means C1 എത്രയായിരുന്നു ഉള്ളത്? C1 120 ആയിരുന്നു. 120 minus 30, that is equal to 90. Clearly, what is number of elements in C2 minus C1? That is equal to number of elements in C2 minus number of elements in C1 intersection C2. ഇതൊരു ഫോർമുല ആയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. So that is equal to 50 minus 30, that is equal to 20. And last question is, what is number of elements in C1 or C2? That means C1 union C2. Here we are writing the formula: number of elements in C1 plus number of elements in C2 minus number of elements in C1 intersection C2. That is equal to 120 plus 50 minus 30. That is 170 minus 30. That is again equal to 140. അപ്പോൾ രണ്ട് വിധത്തിലും ചെയ്യുന്ന രീതി കാണിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. In a group of 65 people, 40 like cricket, 10 like both cricket and tennis. How many like tennis only and not cricket? How many like tennis? രണ്ട് questions ആണ്. How many like ഇതിനെ വേണമെങ്കിൽ നമുക്ക് പാർട്ടായിട്ട് എടുക്കാം. How many like tennis only and not cricket? വിഭാഗത്ത് how many like tennis. ഇത് നമുക്ക് രണ്ട് തരത്തിലും ചെയ്യാം. വെൻ ഡയഗ്രാം വെച്ചും ചെയ്യാം, അതല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ യൂസ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ വെൻ ഡയഗ്രാം തന്നെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് രണ്ട് സെറ്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ സെറ്റുകൾക്ക് നമുക്ക് പേര് കൊടുക്കണം. സോ ലെറ്റ് C and T denote the sets which represent group of people like cricket and tennis respectively, and tennis respectively. Okay. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ സെറ്റിന് നമ്മൾ സി എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ സെറ്റിന് ടി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഈ 65 പീപ്പിളിൽ 40 ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 65 എന്ന് പറയുന്നത് അതിൻ്റെ യൂണിയനാണ്. സി യൂണിയൻ ടി ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു 65. 40 like cricket. So number of elements in C is equal to 40. 10 like both cricket and tennis. Number of elements in C intersection T is equal to 10. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. വെൻ ഡയഗ്രാം വെച്ച് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ ഫോം ദ വെൻ ഡയഗ്രാം. നമ്മൾ പറഞ്ഞതനുസരിച്ച് C denote the set which represents a group of people like cricket. അപ്പോൾ ഇത് C, ഇത് T,
പിന്നെന്താ നമുക്ക് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി യൂണിയൻ ടി 65, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി 40, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി ഇൻ്റർസെക്ഷൻ ടി 10. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് വെൻ ഡയഗ്രത്തിൽ അടയാളപ്പെടുത്താം. അതിനായിട്ട് ആദ്യം സി യൂണിയൻ ടി എന്ന് പറയുന്നത് ഈ മൊത്തമാണ് സി യൂണിയൻ ടി. സി യൂണിയൻ ടി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടിയതാണ്, അതാണ് 65. പിന്നെ നമുക്ക് സിയിൽ 40 ഉണ്ട്, സി ഇൻ്റർസെക്ഷൻ ടി. അപ്പോൾ സി ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്ന ഈ ഭാഗമാണ്, ഇവിടെ 10 ആണുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ദിസ് ഈസ് സി മൈനസ് ടി, ക്രിക്കറ്റ് ഓൺലി നോട്ട് ടെന്നീസ് എന്ന് പറയുന്നത് എന്താ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് 40 ആണ്. 40 മൈനസ് 10, സോ ദിസ് വൺ ഈസ് 30. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെന്നീസ് സി ദിസ് വൺ ഈസ് ടി മൈനസ് സി. ടി മൈനസ് സി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫ്രം ദ വെൻ ഡയഗ്രാം വി ക്യാൻ സീ ദാറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി മൈനസ് സി, ടിയിൽ എത്ര എലമെൻറ്റ്സാണ് ഉള്ളതെന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് 65. അതിൽ നിന്നും ഇത്ര എലമെൻറ്റ്സ് കുറച്ചാൽ മതി, അതായത് 30 + 10 കുറച്ചാൽ മതി, അതായത് 40 കുറച്ചാൽ മതി. യെസ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അതായത് നമുക്ക് വേണമെങ്കിൽ അത് പറയാം ഇങ്ങനെ, നിർബന്ധമൊന്നുമില്ല അങ്ങനെ എഴുതണമെന്ന്. സി യൂണിയൻ ടിയിൽ നിന്നും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി മൈനസ് സി കിട്ടി. ഓക്കെ, നൗ അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ആ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഗ്രൂപ്പിൽ ടെന്നീസും ക്രിക്കറ്റും കൂടെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എന്ന് പറയുമ്പോൾ അതെത്രയാണ്, ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി മൈനസ് സി ആണ്. അതിൻ്റെ കൂടെ ടെന്നീസും ക്രിക്കറ്റും കൂടെ ഉൾപ്പെടുന്നവർ എന്ന് പറയുന്നത് എന്താണ്, സി ഇൻ്റർസെക്ഷൻ ടി ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 25 + 10 you have answer as 35. So what is the number of people or people who like tennis, that is 35. tennis only, that is 25. അപ്പോൾ നിങ്ങൾ ആ ആൻസർ അങ്ങനെ എടുത്തെഴുതണം. സിയും ടിയും ഒക്കെ നമ്മൾ കൊടുത്തതാണ്. ഇനി ഇത് ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ നമുക്കറിയാം വാട്ട് ഈസ് ദ ഫോർമുല. ഓൾവേസ് റൈറ്റ് ഡൗൺ ദ ഫോർമുല. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി യൂണിയൻ ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി പ്ലസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി ഇൻ്റർസെക്ഷൻ ടി. Then C union D is 65. Number of elements in C is 40. Number of elements in T നമുക്കറിഞ്ഞൂടാ. And number of elements in C intersection T is given as 10. ഇങ്ങനെയാണ് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. So that is 65 is equal to 40 minus 10, 30. 30 plus number of elements in T. That means number of elements in T is equal to 65 minus 30. That is equal to 35. 35 കണ്ടോ, 25 + 10 എന്ന് നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് എഴുതിയത്. ഇനി അടുത്തത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി മൈനസ് ടി. ദാറ്റ് മീൻസ് ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ്. ടി മൈനസ് സി എന്ന് നമ്മൾ അതിനെ എഴുതും. വാട്ട് ഈസ് ദാറ്റ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടി, ടിയിൽ നിന്നും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി ഇൻ്റർസെക്ഷൻ ടി. രണ്ടും കൂടെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം നമുക്കിതിൽ വേണ്ട, ടെന്നീസ് ഒള്ളിയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ 35, അതിൻ്റെ അകത്ത് നിന്ന് രണ്ടിൽ നിന്ന് ഇഷ്ടപ്പെടുന്നവർ 10. സോ വാട്ട് ഈസ് ദാറ്റ് ഈക്വൽ ടു 25. ഓക്കെ, അപ്പം എക്സസൈസ് 1.6 ഇനി ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എഴുതുക, നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് ഞാൻ തന്നുകൊള്ളാം. കൂടാതെ സെറ്റ് എന്ന ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ റിവൈസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ടെസ്റ്റ് പേപ്പറിൻ്റെ ഡേറ്റ് ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് തന്നുകൊള്ളാം. Okay, thank you.